ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1810 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒത്തിരി വില്ലകളുള്ള ഒരു നല്ല റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഇത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. കൂടാതെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്ററും എന്നുള്ളത്. നല്ലൊരു കണ്ടംപററി ബോക്സി സ്റ്റൈൽ എലിവേഷൻ തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. 5 മീറ്ററിലധികം വീതിയുള്ള പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നീളമേറിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. കവേർഡ് പാർക്കിംഗ് ഏരിയ കൂടാതെ മറ്റൊരു ഓപ്പൺ പാർക്കിംഗ് കൂടെ ഇവിടെ ലഭ്യമാണ്. ഒരേ സമയം 2 വണ്ടികൾ സുഖമായി നമുക്കിവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർവെള്ളം തന്നെയാണ്. കൂടാതെ KW വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. മുഴുവനായി ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ മുഴുവനായി തന്നെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് കയറി ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിംഗ് ഏരിയ തന്നെ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടെക്സ്ചർ വർക്കുകളൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആക്കി കൊടുത്തുകൊണ്ട് മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായ TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. വുഡൻ ഫിനിഷ് ലഭിക്കുന്ന മനോഹരമായൊരു സീലിംഗ് വർക്കും ഈ വീടിന്റെ ലിവിംഗ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. 8-10 ആളുകൾക്കൊക്കെ സുഖമായി ഒരേ സമയം ഇരിക്കാവുന്നത്ര വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. മനോഹരമായൊരു സീലിംഗ് വർക്കും ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലും നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പാനലിംഗ് വർക്കുകളും LED ലൈറ്റൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗ്വർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നെല്ലാം. നീളമേറിയൊരു കിച്ചനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കിച്ചൺ കബോർഡിന് നൽകിയിരിക്കുന്നത്. കിച്ചണിൽ തന്നെയായി 2 പാർട്ടുകളായി തിരിച്ചിരിക്കുന്നതും നമുക്കിവിടെ കാണാം. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഈ വീടിന്റെ കിച്ചണിൽ നൽകിയിട്ടുണ്ട്. മനോഹരമായ ഒരു സീലിംഗ് വർക്കും ഈ വീടിന്റെ കിച്ചണിൽ നമുക്ക് കാണാം. കിച്ചണിൽ നിന്ന് ഡോർ തുറന്ന് നമുക്ക് ഈ വീടിന്റെ വർക്ക് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഈ വീട്ടിലെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ വീടിന്റെ വർക്ക് ഏരിയ. വളരെ സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ വർക്ക് ഏരിയ മുഴുവനായി തന്നെ ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് ഭംഗിയാക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത്. സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് മറ്റുമൊക്കെയായി വളരെ ഉപകാരപ്രദമായ രീതിയിൽ തന്നെയാണ് ഈ വീടിന്റെ വർക്ക് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളവും 12 അടിയോളം വീതിയും വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ 3 പാളികൾ കൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സിറ ജാഗ്വർ ബ്രാൻഡിന്റെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 8 അടി വീതിയും 10 അടി നീളവുമുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഇവിടെയും 2 പാളികളുള്ള ഒരു വാർഡ്രോബ് നൽകിയിരിക്കുന്നതും നമുക്ക് കാണാം.
നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ചെറിയ ലിവിംഗ് സ്പേസ് ആണ്. സ്റ്റെയർവേ കയറി വരുന്ന വാളിൽ വെന്റിലേഷനായി ഒരു പറഗോള ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നതും നമുക്കിവിടെ കാണാം. ലിവിംഗ് ഏരിയയുടെ ഒരു കോർണറിലായി മൾട്ടിവുഡിൽ തീർത്തൊരു സ്റ്റഡി ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനാവുന്നുണ്ട്. ഈ വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയയിലും വളരെ മനോഹരമായ ഒരു സീലിംഗ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഇനി വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടുനോക്കാം. വളരെ സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിരിക്കുന്നത്. ഒരു എൽ ഷേപ്പിൽ വളരെ നീളമേറിയ യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. മുഴുവനായും യൂട്ടിലിറ്റി ഏരിയ ഷീറ്റ് കൊണ്ട് മറച്ച് വളരെ മനോഹരമാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തുണികളും മറ്റും വിരിച്ചിടാനൊക്കെയായി വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നെല്ലാം. ഏകദേശം 12 അടി നീളവും 12 അടി വീതിയുമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിനോടുകൂടെ ചെറിയൊരു സ്റ്റഡി ടേബിളും അറ്റാച്ച് ചെയ്തിരിക്കുന്നതും നമുക്ക് കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നമ്മളിനി കിടന്നിരുന്നത് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 14 അടിയോളം നീളത്തിലുള്ള വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂം. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. LED സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ അവസാനമായി കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ ബാൽക്കണിയിലേക്കാണ്. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് ടോപ്പ് കൊടുത്ത് സേഫ്റ്റി ആക്കി തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. വീതി കുറച്ച് അല്പം നീളം കൂട്ടിക്കൊണ്ടാണ് ഈ വീടിന്റെ ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ വിലയൊന്ന് നോക്കാം. 4.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1810 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 73 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ഈ ബില്ല് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.